ഹേയ്, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ ജീവിതത്തിൽ ഇത് ഗുണം ചെയ്തിരിക്കാം. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ബാർഗെയിൻ ചെയ്യാൻ പാടില്ലാത്ത രണ്ടിടങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും ബാർഗെയിൻ ചെയ്യരുത്. അതേസമയം നമ്മൾ ഒരിക്കലും ചില ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു കൊണ്ടിരിക്കരുത്. ഇങ്ങനെയുള്ള രണ്ട് സമയങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന അന്നന്ന ജീവിതത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന, സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന ചില മനുഷ്യരുണ്ടാവും. അവർ എന്തൊക്കെയോ കൊണ്ടുവന്ന് വിറ്റ് അന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും. പക്ഷേ ഈ മനുഷ്യരെ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ അവരോട് നമ്മൾ ഒരുപാട് ബാർഗെയിൻ ചെയ്യരുത്. അവരുടെ ജീവിത നിലവാരത്തിലേക്ക് സാമാന്യം അവരുടെ അന്നന്നത്തെ ജീവിത നിലവാരത്തിന് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. നമ്മളിൽ ബാർഗെയിൻ ചെയ്യുന്ന ചിലർ ജീവിതത്തിൽ വലിയ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം മുന്നോട്ട് പോകുന്നവരാണ്. അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത്തരം സ്ട്രീറ്റിലുള്ള പാവം മനുഷ്യരോട് നമ്മൾ ഒരിക്കലും ബാർഗെയിൻ ചെയ്യരുത്. അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അവരെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം നമുക്ക് സ്ട്രീറ്റിലൊക്കെ വന്നിട്ട് പലയിടങ്ങളിലും നമ്മോട് ഭിക്ഷ യാചിക്കുന്ന ചില മനുഷ്യരുണ്ടാവും. പക്ഷേ ഭിക്ഷ ഒരിക്കലും ഒരു മതവും ഭിക്ഷയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ അവർക്ക് അധ്വാനിച്ച് ജീവിക്കാം എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരോട് നമുക്ക് പറയാം, പക്ഷേ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കഴിവ് കുറവ് എന്ന് വളരെ മോശമായിക്കൊണ്ട് അവരോട് നമ്മൾ ഒരിക്കലും പെരുമാറിക്കൊണ്ട് അവരെ വളരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അവരെ വളരെ മോശമായിട്ട് ചീത്ത പറയരുത്. പക്ഷേ നിങ്ങൾക്ക് അവരോട് പറയാം, അവരോട് വേണമെങ്കിൽ ഉപദേശിക്കാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്തു പറ്റി, എന്താണ് നിങ്ങളുടെ സാഹചര്യം, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചില ജോലികൾ ചെയ്ത് ജീവിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കഴിഞ്ഞുകൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ കാണിച്ചു കൊടുത്ത മാതൃക. പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ഈ ഭിക്ഷ യാചിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് ജോലി ചെയ്ത് ജീവിക്കാനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു പുതപ്പുണ്ടെങ്കിൽ അത് വിറ്റിട്ട് ഒരു വിറക് വെട്ടുകാരനായിട്ട് ജോലി ചെയ്ത് ജീവിച്ചൂടെ കാട്ടിൽ പോയിട്ട്. അത്തരം നല്ല ഉപദേശങ്ങളാണ് എപ്പോഴും അവർക്ക് നമ്മൾ കൊടുക്കാവുന്നത്. ഒരിക്കലും അവരെ മോശമായിട്ട് ചിത്രീകരിക്കരുത്.